ഹലോ, നമ്മളപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് മെട്രിക്സ് ബി, അതാണ് ഇവിടെ കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞതിൽ അതിലെ ഓരോ എലിമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പഠിച്ചു. ഇനി ഈ ബി മെട്രിക്സിനകത്ത്, ഈ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൽ ബി മെട്രിക്സിൻ്റെ അകത്ത് ബി ആർ മെട്രിക്സും ഉണ്ടാവും, അതുപോലെ തന്നെ ബി എക്സ് മെട്രിക്സും ഉണ്ടാവും. ബി ആർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ റിഡൻഡൻറ്റിന് R1 നമ്മുടെ X1 X2 റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ ബി ആർ മെട്രിക്സും അതുപോലെ തന്നെ ബി എക്സ് മെട്രിക്സും. ഓക്കെ, ബി ആർ മെട്രിക്സ് എന്ന് പറയുന്നത് റിഡൻഡൻറ്റ് മെട്രിക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിവിടെ ഇത് മാറിയതാണ് കേട്ടോ. ബി ആർ മെട്രിക്സ് എന്ന് പറയുന്നത് ബി ആർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ R1 R2, അതായത് നമ്മുടെ സ്റ്റാറ്റിക് അനാലിസിസ് സ്ട്രക്ചർ R1 R2ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. ബി എക്സ് ആണെങ്കിൽ നമ്മൾ റിഡൻഡൻസിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് X1 X2ന്. ഇനി നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ഫോർമുലേഷൻ ഓഫ് എക്സ് മെട്രിക്സ് എന്നാണ്. എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ലോഡ് മെട്രിക്സ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഫോർമുലേഷൻ ഓഫ് എക്സ് മെട്രിക്സ്, അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു നമുക്ക് നോക്കാം. ലോഡ് മെട്രിക്സ് എങ്ങനെ നമുക്ക് ഫോം ചെയ്ത് നോക്കാം. എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് എക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു മെട്രിക്സ് ഡി എക്സ് ഇൻറ്റു മെട്രിക്സ് ഡി എക്സ് മൈനസ് മെട്രിക്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നാണ് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ പഠിച്ചത്. അതായത് മെട്രിക്സ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് മെട്രിക്സ് ഡി എക്സ് മെട്രിക്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ. ഇവിടെ എഫ് എക്സ് എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി എക്സ് എന്നാണ് ഇക്വേഷൻ. എഫ് എക്സ് ആർ ആണെങ്കിൽ മെട്രിക്സ് ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി ആർ എന്നാണ് ഇക്വേഷൻ. ഇതിനകത്ത് മെട്രിക്സ് ഡി എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് എത്രയാണ്, അതിന് ഇൻക്രീസ് ആണോ അല്ലെങ്കിൽ അതായത് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് എത്രയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വാല്യൂവിൻ്റെ മെട്രിക്സ് ആണ് ഡി എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ആർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളെ R1 സ്മോൾ ലെറ്റർ R1 R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻറ്റ് ജോയിൻറ്റ് ലോഡ് മെട്രിക്സ്. അത് ഓൾറെഡി നമ്മൾ R1 R2 എടുത്തപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർ മെട്രിക്സ് എന്താണെന്നുള്ളത്. ഇനി നമുക്കിതിനകത്ത് അറിയാതെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ആണ്. അപ്പോൾ സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുന്ന കേസിൽ മാത്രമേ നമുക്ക് ഈ ഡി എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാവും, അല്ലാത്ത കേസിൽ ഡി എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ്റെ അകത്ത് ഡി എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് മെട്രിക്സ് എക്സ് എന്താ കിട്ടുക? മെട്രിക്സ് എക്സ് എന്താ വരിക? എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു ഇവിടെ 0 വരും അല്ലേ, 0 മൈനസ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ. അപ്പോൾ എന്താണ് അത് വരുന്നത്? മൈനസ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നാണ് ഇത് വരിക. അതായത് ഇങ്ങനെ വരും ഇക്വേഷൻ, എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ. അപ്പം നമ്മുടെ ജനറൽ ഇക്വേഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ മിക്കവാറും കേസിൽ നമുക്ക് സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് തരില്ല. സപ്പോർട്ട് സെറ്റിൽമെൻറ്റ് വരുന്ന കേസിൽ മാത്രമേ നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യേണ്ടൂ, അല്ലാത്ത കേസിൽ നമ്മൾ ഇക്വേഷൻ മൈനസ് എഫ് എക്സ് എക്സ് ഇൻവേഴ്സ് എഫ് എക്സ് ആർ ഇൻറ്റു ആർ എന്നായിരിക്കും ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഫ് എക്സ് എക്സും അറിയണം, എഫ് എക്സ് ആറും അറിയണം. എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞു, ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി എക്സ്. എഫ് എക്സ് ആർ ആണെങ്കിൽ ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി ആർ ആയിരിക്കും ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്കിതിൽ എഫ് എക്സ് എക്സ് മെട്രിക്സും അതുപോലെ തന്നെ എഫ് എക്സ് ആർ മെട്രിക്സും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എഫ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ബി എക്സ് ട്രാൻസ്ഫേഴ്സ് എഫ് ഇൻറ്റു ബി എക്സ്. ഇനി നമുക്കിതിൽ ബി എക്സ് മെട്രിക്സും അതിൻ്റെ ട്രാൻസ്ഫേഴ്സും എന്താ നോക്കാം. ഓക്കെ, ബി എക്സ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ബി എക്സ് മെട്രിക്സ് നമ്മളെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൻ്റെ അകത്തുള്ള ഇതാണ് നമ്മുടെ ബി എക്സ് മെട്രിക്സ്. 4 0 0 0 10 -6 6 0 എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 4/2 ആണ് ആ മെട്രിക്സിൻ്റെ ഓർഡർ. 4 റോയും 2 കോളും, അപ്പോൾ 4/2 ആണ് ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബി എക്സ് മെട്രിക്സ്. അപ്പോൾ ഇത് ബി എക്സ് മെട്രിക്സ് ആണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്ഫേഴ്സ് എന്താ വരിക? നമ്മളെങ്ങനെ ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്ഫേഴ്സ് ചെയ്ത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. മെട്രിക്സിൻ്റെ ട്രാൻസ്ഫേഴ്സ് ചെയ്തതെന്ന് പറയുമ്പോൾ അതിൻ്റെ റോനെ കോളംസ് ആയിട്ട് എഴുതുക, കോളത്തിന് റോ ആയിട്ട് എഴുതുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നുകിൽ അതിൽ എല്ലാ റോനെയും നമ്മൾ കോളായിട്ട് എഴുതുക, അല്ലെങ്കിൽ കോളത്തിന് നമ്മൾ റോ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പം നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റത്തെ കോളം
ഫസ്റ്റത്തെ കോളത്തിൽ 4 എലിമെൻ്റ് ഉണ്ട്. ആ 4 എലിമെൻറ്റിനെ നമ്മൾ എന്തായിട്ട് എഴുതുക? റോ ആയിട്ട്, ഫസ്റ്റത്തെ റോ ആയിട്ട് എഴുതുക. അങ്ങനെ അതാണ് നമ്മൾ ബി എക്സ് ട്രാൻസ്പോസ് മെട്രിക്സിലെ ഫസ്റ്റത്തെ കോളം വരുന്നത്, റോ വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റത്തെ കോളത്തിന് നമ്മൾ ഫസ്റ്റ് റോ ആയിട്ട് എഴുതുക. അപ്പോൾ എന്ത് വരും? 4 0 0 0 എന്ന് വരും. ഓക്കെ, ദെൻ ഈ സെക്കൻഡ് കോളം, ഈ സെക്കൻഡ് കോളത്തിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സെക്കൻഡ് റോ ആയിട്ട് നമ്മൾ എഴുതാം. അപ്പോൾ എന്ത് വരിക? 10 -6 6 0. ഓക്കെ, അതാണ് നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വരുന്നത്. അതായത് ബി എക്സ് ട്രാൻസ്വേഴ്സ് ഈസ് ഈക്വൽ ടു 4 0 0 0 ദെൻ 10 -6 6 0. ഇതാണ് നമ്മുടെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ബി എക്സ് മെട്രിക്സ് വരുന്നത്. ഓക്കെ, ബി എക്സ് ട്രാൻസ്പോസ് മെട്രിക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ ബി എക്സ് ട്രാൻസ്വേഴ്സ് മെട്രിക്സ് അപ്പോൾ നമുക്ക് കിട്ടി 4 0 0 0 10 -6 6 0 എന്ന് കിട്ടി. ഇൻറ്റു ഇനി എഫ് മെട്രിക്സ്. എഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് മെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും നോട്ടൊന്ന് മറിച്ച് നോക്കും, അപ്പോൾ എഫ് മെട്രിക്സിൻ്റെ വാല്യൂ കിട്ടും. ഇതാണ് എഫ് മെട്രിക്സ്. 1/6EI 8 -4 0 0 0 -8 4 -4 8 0 0 0 0 0 12 -6 0 0 -6 12. ഇതാണ് എന്ത് വരുന്നത്? അൺഅസംബിൾഡ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇനി ചെയ്യേണ്ടത്. ബി എക്സ് ട്രാൻസ്പോസ് മെട്രിക്സും അതുപോലെ തന്നെ ബി എക്സ് ട്രാൻസ്പോസ് മെട്രിക്സും അതുപോലെ തന്നെ എഫ് മെട്രിക്സും ഇൻറ്റു ബി എക്സ് മെട്രിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ രണ്ട് മെട്രിക്സിൻ്റെ മാത്രം, അതായത് ഇപ്പം നമ്മൾ ഈ മെട്രിക്സിൻ്റെ മാത്രം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. അത് രണ്ടും മാത്രം എഴുതാം. ബി എക്സ് അങ്ങനെ ബി എക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. വേണമെങ്കിൽ ബി എക്സിൻ്റെ വാല്യൂ അവിടെ എഴുതാം, പ്രശ്നമില്ല. പക്ഷേ ചെയ്യാൻ നമുക്ക് ആ ബി എക്സ് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴായിരിക്കും എളുപ്പം വരിക. ഓക്കെ, അപ്പോൾ ബി എക്സ് അവിടെ എഴുതുക. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? ഇതൊരു 2/, ഈ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 2/4 ആണ് അല്ലേ? 2/4 ആണ്. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ 4/4 ആണ്. അപ്പോൾ ഈ രണ്ട് മെട്രിക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2/4 മെട്രിക്സും ഒരു 4/4 മെട്രിക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? 4ഉം 4ഉം കോമൺ ആണ്. അപ്പോൾ 2/4 മെട്രിക്സ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. 2 റോയും 4 കോളം ഉള്ള ഒരു മെട്രിക്സ് ആയിരിക്കും ഈ രണ്ട് മെട്രിക്സിൻ്റെ റിസൾട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു 2/4 മെട്രിക്സ് ആയതുകൊണ്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. മിക്കവാറും കാൽക്കുലേറ്ററിൽ 3/3 വരെയേ ചെയ്യാൻ പറ്റും. 2/3 3 റോസും 3 കോളം ഉള്ളത് ചെയ്യാൻ പറ്റും. ഇവിടെ 2 റോവും 4 കോളം ഉണ്ട്. അപ്പോൾ 4 കോളം വരുമ്പോൾ നമ്മളെ കയ്യിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ കയ്യിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കാൽക്കുലേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലാതെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തവർ പെട്ടെന്ന്, ഇതെല്ലാം 0 ആണല്ലോ, മിക്കവാറും എല്ലാ എലിമെൻറ്റ്സും 0, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലിക്കേഷൻ പറ്റും. മാനുവലായിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലൈൻ്റെ എന്താ വരിക? 1/6EI കോമൺ ആണ്. അപ്പോൾ 1/6EI കോമൺ ആയതുകൊണ്ട് അത് പുറത്തെടുത്തു. ഓക്കെ, ദെൻ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഫസ്റ്റത്തെ എലിമെൻറ്റ് ഒരു 2/4 മെട്രിക്സാണ് നമുക്ക് കിട്ടുന്നത് റിസൾട്ടൻ്റ്. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഫസ്റ്റത്തെ റോയിലെ എലിമെൻറ്റ്സിനെ ഫസ്റ്റത്തെ കോളത്തിൻ്റെ എലിമെൻറ്റ്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റത്തെ എലിമെൻറ്റ് കിട്ടും അല്ലേ? ഇനി സെക്കൻഡ് ആണെങ്കിൽ ഈ ഫസ്റ്റത്തെ റോയിലെ കോളത്തിനെ സെക്കൻഡ് കോളത്തിലെ എലിമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് കിട്ടും. ദെൻ തേർഡ് എലിമെൻറ്റ് കിട്ടണമെങ്കിൽ ഇതിനെ തേർഡ് കോളത്തിലെ എലിമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നെക്സ്റ്റ് കിട്ടും. അതുപോലെ ഫസ്റ്റത്തെ റോനെ ഫോർത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഫോർത്ത് എലിമെൻറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് മെട്രിക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഫസ്റ്റത്തെ റോയിലെ എലിമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് റോയിലെ എലിമെൻറ്റ്സിനെ ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ഈ ഫസ്റ്റ് റിസൾട്ടൻ്റ് മെട്രിക്സിലെ ഫസ്റ്റത്തെ എലിമെൻറ്റ് കിട്ടും. ദെൻ ഈ റോനെ സെക്കൻഡിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെക്കൻഡ് കിട്ടും. ദെൻ ആ റോനെ തേർഡിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് എലിമെൻറ്റ് കിട്ടും. ദെൻ ഈ റോനെ ഫോർത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോ ആയി. ഇനി നമുക്ക് സെക്കൻഡ് റോ കണ്ടുപിടിക്കണം. സെക്കൻഡ് റോ ആണെങ്കിൽ എന്താ നമ്മൾ കാണിച്ചിട്ടുണ്ട്? നമ്മൾ സെക്കൻഡ് റോയിലെ എലിമെൻറ്റ്സ്. അപ്പോൾ സെക്കൻഡ് റോയിലെ എലിമെൻറ്റ്സിനെ ഫസ്റ്റത്തെ കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫസ്റ്റത്തെ മെട്രിക്സ് കിട്ടും അല്ലേ? ഇനി സെക്കൻഡ് റോനെ എലിമെൻറ്റ്സിനെ സെക്കൻഡ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെക്കൻഡ് എലിമെൻറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് റോയിലെ എലിമെൻറ്റ്സിനെ തേർഡ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് തേർഡ് എലിമെൻറ്റ് കിട്ടും. ദെൻ സെക്കൻഡ് റോയിലെ എലിമെൻറ്റ്സിനെ ഫോർത്ത് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫോർത്ത് എലിമെൻറ്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് ഞാൻ പറയാം. 4 × 8, ബാക്കിയൊക്കെ 0 അല്ലേ? 0 × 4 0 × 0 0 × 0 ബാക്കിയൊക്കെ 0 ആവും. അപ്പോൾ 4 × 8 എന്ന് പറഞ്ഞ വാല്യൂ മാത്രമേ ഫസ്റ്റത്തെ കോളത്തിൽ വരുള്ളൂ, ഫസ്റ്റത്തെ എലിമെൻറ്റ് വരും. 4 × 8 എന്ന് പറഞ്ഞാൽ 32, അതാണ് ഫസ്റ്റത്തെ വാല്യൂ. ഓക്കെ, ഇനി സെക്കൻഡ് വാല്യൂ കിട്ടണം. നമുക്ക് അതിനൊന്നും വേണ്ട, ഈ ഫസ്റ്റത്തെ ഇത് കൺസിഡർ ചെയ്യുക, ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? 4 × -4 -6, ബാക്കിയൊക്കെ 0 0 × 8 0 0 × 0 0 × 0. ഓക്കെ, അപ്പോൾ 4 × -4 എന്ന് വരും. അപ്പോൾ -60, അങ്ങനെയാണ് ഇവിടെ -16 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അത് -16 കിട്ടും. ഇനി അടുത്തത് നമ്മളെ ഇതിനെ മൾട്ടിപ്ലൈ തേർഡ് ഫസ്റ്റ് റോനെ കൊണ്ട് തേർഡ് കോളത്തിനെ മൾട്ടിപ്ലൈ. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് 4 × 0 0, 0 × 0 0, 0 × 12 0, 0 × 6 -6 0. സോ ആ എലിമെൻറ്റ് 0 കിട്ടും. ഇനി അടുത്തത് ഫോർത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 4 × 0 0, 0 × 0 0, 0 × 6 0, 0 × 2 12 0. ഓക്കെ. അപ്പോൾ ഫസ്റ്റത്തെ റോയിലെ എല്ലാ എലിമെൻറ്റ്സും കിട്ടി. 32 -16 0 0 0. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് റോയിലെ എലിമെൻറ്റ്സ് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ സെക്കൻഡ് റോയിലെ ഇതിനെ കൺസിഡർ ചെയ്യുക, എലിമെൻറ്റ്സിനെ കൺസിഡർ ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരിക? 10 × 8 18. പിന്നെയോ -6 × -4 +24 അല്ലേ, +24. പിന്നെ 6 × 0 0, 0 × 0 0. സോ ഇതിൻ്റെ ടോട്ടൽ എന്താ വരിക? 104 104 ആയിരിക്കും ഫസ്റ്റത്തെ എലിമെൻറ്റ്. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് എലിമെൻറ്റ് കിട്ടണം. അതിനെന്താ വേണ്ടത്? ഇതിനെ നമ്മൾ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10 × -4 -40, -6 × 8 -48. അപ്പോൾ എന്താ വരിക? -88 ആണ്. -888 അല്ലേ. ബാക്കിയൊക്കെ 0. പിന്നെ അടുത്തത് തേർഡിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 × 0 0, -6 × 0 0, 6 × 12 0 × -6 ആണ്. അപ്പോൾ 6 × 12 72. അപ്പോൾ 72 വരും. പിന്നെ ഇപ്പോൾ നമുക്ക് ഫോർത്ത് എലിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോനെ എലിമെൻറ്റ്സിന് എന്താ നമ്മൾ ഫോർത്ത് കോളത്തിലെ എലിമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 × 0 0, -6 × 0 0, 6 × -6 -36, 0 × 12 0. അപ്പോൾ -36 മാത്രം വരും. ഓക്കെ. അങ്ങനെ -36 മാത്രം വന്നു. ഇനി ആ മെട്രിക്സ്, ആ റിസൾട്ടൻ മെട്രിക്സ് ഇൻറ്റു BX മെട്രിക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. BX മെട്രിക്സ് 4 10 0 -6 0 6 0 0. അതാണ് മെട്രിക്സ്. ഒരു 4/2 മെട്രിക്സും ഇത് 2/4 മെട്രിക്സാണ്. അപ്പം 2/4 മെട്രിക്സും 4/2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 2/2 മെട്രിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ റോയിൽ എലിമെൻറ്റ്സിനെ ഫസ്റ്റ് കോളത്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? നിങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് നോക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നില്ല, സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് പറയുന്നില്ല, വാല്യൂസ് മാത്രം പറഞ്ഞു പോവാം. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് കിട്ടാൻ 32 × -4, ബാക്കിയൊക്കെ 0 ആണ് വരുന്നത്. അപ്പോൾ 32 × 4 ചെയ്യുമ്പോൾ 128 കിട്ടും. അപ്പോൾ 1/60 കോമൺ ആണ്. 1/60 ഇൻറ്റു ഫസ്റ്റത്തെ എലിമെൻറ്റ് 128. ഓക്കെ. ഇനി സെക്കൻഡ് കോളം 32 × 10ഉം -16 × 6ഉം. 32 × 10 320. 320 പ്ലസ് എന്താണ് വരിക? -16 × 6ഉം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 416 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ. അപ്പോൾ അത് 416 വരും അതിൻ്റെ വാല്യൂ. ആ എലിമെൻറ്റിൻ്റെ വാല്യൂ 416. ഓക്കെ. ഇനി അടുത്തത് തേർഡിൻ്റെത് 104 × 4, ബാക്കിയെല്ലാം 0 ആണുള്ളത്. അപ്പോൾ 104 × 4 ചെയ്യുമ്പോൾ 416 വരും. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് എലിമെൻറ്റ് വരുന്നത് 104 × 10 -88 × -6, അതായത് 104 × 10 -88 × -6 നോടി പറഞ്ഞുതരാം. 104 × 10 പ്ലസ് -88 × -6 പ്ലസ് 72 × 6 -36 × 0 ആണ്. അപ്പോൾ അതാണ് വാല്യൂ. അതിൻ്റെ വാല്യൂ വരുന്നത് 2000 ആണ് വാല്യൂ വരുന്നത്. ഓക്കെ. അതാണ് അപ്പോൾ നമ്മുടെ ഫോർത്ത് എലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫോർത്ത് എലിമെൻറ്റ് കിട്ടി. അപ്പോൾ നമുക്ക് 1/6 × 128 416 416 2000. അതാണ് ഫോർത്ത് എലിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് 1/6 കോമൺ ആയതുകൊണ്ട് ഇതിനെ ഡിവൈഡ്/6 ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/EI 21.33 69.33 69.33 313.33 എന്ന് വരും മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് ആണ് FXX മെട്രിക്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ FXX മെട്രിക്സിൻ്റെ വാല്യൂ കറക്റ്റ് ആണോ, വാല്യൂ കറക്റ്റ് ആണോ എന്നല്ല, വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് FXX മെട്രിക്സ് ആയതുകൊണ്ട് അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോവും
ഫസ്റ്റ് കോളവും സെയിം വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ സെക്കൻഡ് കോളത്തിലും സെക്കൻഡ് റോയിലും സെയിം വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ എത്ര കോളംസ് ഉണ്ട്, n നമ്പർ ഓഫ് കോളംസും n നമ്പർ ഓഫ് റോസും ഉണ്ടെങ്കിൽ Fx6 മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2x2 മെട്രിക്സ് ആയിരിക്കും, അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ അതിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടോ എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ ഈക്വൽ, അതായത് ഫസ്റ്റ് റോയിൻ്റെ വാല്യൂ ഫസ്റ്റ് കോളത്തിലെ എലിമെൻസിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും, സെക്കൻഡ് കോളത്തിലെ എലിമെൻസിൻ്റെ വാല്യൂം സെക്കൻഡ് റോയിലെ എലിമെൻസിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. ഓക്കെ, അത് ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് റോ എലിമെൻ്റ് അതാ 21.33 69.33. ഇനി ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റോ ഇതാണ് ഫസ്റ്റ് കോളം, എന്താ 21.33 69.33 രണ്ട് സെയിം ആണല്ലോ. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കാം. സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ 69.33 ആണ്. സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ 69.33 313.33. അത് രണ്ടും സെക്കൻഡ് കോളവും സെക്കൻഡ് റോവും സെയിം എലിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന വാല്യൂവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു വഴിയാണിത്. ആ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, Fx6 മെട്രിക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് ശരിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് Fx6 മെട്രിക്സ്. ചിലപ്പോൾ വാല്യൂസ് എവിടെയെങ്കിലും തെറ്റിയാലും സിമെട്രിക് മെട്രിക്സ് കിട്ടാം, പക്ഷെ ചെക്ക് ചെയ്യാനുള്ളൊരു വഴിയെന്നേ പറയാനുള്ളൂ. ചിലപ്പം 21.33ക്ക് പകരം ചിലപ്പോൾ ഒരു 2.33 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ശരിയാണല്ലോ എന്ന്. പക്ഷെ അങ്ങനെ വരില്ല, മൾട്ടിപ്ലിക്കേഷൻ തെറ്റുകൊണ്ടും അങ്ങനെ വരാം, സിമെട്രിക് ആയിട്ട് തന്നെ വരാം ചിലപ്പം. എന്നാലും നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളൊരു വഴി അത്രയേ ഉള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് ചെക്ക് ചെയ്യുക. അപ്പോൾ Fx6 മെട്രിക്സ് കിട്ടി. ഇനി നമുക്ക് Fxr മെട്രിക്സ് ആണ് കണ്ടിരിക്കുന്നത്. Fxr മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ, Bx ട്രാൻസ്പോസ് F ഇൻറ്റു BR എന്നാണ് നമ്മളെ Fxr മെട്രിക്സ് എന്ന് പറയുന്നത്. Bx ട്രാൻസ്പോസ് F ഇൻറ്റു BR. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ Fx6 കണ്ടുപിടിക്കുമ്പോൾ ഈ Bx ട്രാൻസ്ഫേഴ്സ് ഇൻറ്റു F എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ നേരത്തെ Fx6 മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ആ സെയിം മെട്രിക്സിൻ്റെ Bx ട്രാൻസ്ഫേഴ്സ് ഇൻറ്റു F എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ Fx6 കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതാണ് കിട്ടിയിരിക്കുന്നത്, 1/60i 32 - 16 00 104 - 88 72 - 36 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ മെട്രിക്സ് തന്നെ ഇവിടെ എടുത്തത്, വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ വാല്യൂ തന്നെ ഇവിടെ എടുത്തത്. അപ്പോൾ എന്ത് വരിക, 1/60i 32 - 16 00 104 - 88 72 - 36 അതാണ് എന്ത് Bx ട്രാൻസ്പോസ് ഇൻറ്റു F മെട്രിക്സ്. ഇനി അത് ഇൻറ്റു എന്താ BR മെട്രിക്സ് ആണ്. അപ്പോൾ അത് ഇൻറ്റു BR മെട്രിക്സ് എന്ന് പറയുന്നത് 1 - 1 1 1 - 1 - 1 0 1 0 - 1 അതാണ് BR മെട്രിക്സ്. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സ് ഒരു 2/4ഉം ഇത് 4/2 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് 2/2 മെട്രിക്സ് ആയിരിക്കും ഉണ്ടാവുക, റിസൾട്ടൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ രണ്ട് മെട്രിക്സ്, അതായത് ഈ മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ 32 ഫസ്റ്റത്തെ എലിമെൻ്റ് വരും 32 × 1 ദെൻ മൈനസ് എന്താണ് -16 ഇൻറ്റു പ്ലസ് -16 ഇൻറ്റു -1 വരും, ബാക്കി 0 ആണ്, 0 0 0 ആണ്. അപ്പോൾ അത് നോക്കണ്ട. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് നമുക്ക് 48 വരും ഫസ്റ്റത്തെ എലിമെൻറ്റ്. സെക്കൻഡ് ആണെങ്കിൽ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ എന്താ വരിക, 32 - 16 ബാക്കിയൊക്കെ 0 സെയിം വാല്യൂ 48 തന്നെ വരും. ഓക്കെ, -16 ഇൻറ്റു -1 ആണ്, അപ്പോൾ +16 32 + 16 48 വരും. ഇനി അടുത്തത് തേർഡ് ആണെങ്കിൽ 104 ഇൻറ്റു 1 -18 ഇൻറ്റു -1 അപ്പോൾ +88 ഇൻറ്റു 1. അപ്പോൾ എന്താ വരുന്നത്, അതിൻ്റെ വാല്യൂ വരുന്നത് 1, ബാക്കിയൊക്കെ 0 192 വരും. ഓക്കെ, 192 വരും അതിൻ്റെ വാല്യൂ 192. ഇനി അടുത്തത് ലാസ്റ്റത്തത് എന്താണ് വരുന്നത്, ലാസ്റ്റത്തെ എലിമെൻറ്റ് വരുന്നത് 104 ഇൻറ്റു 1 -88 ഇൻറ്റു -1 72 ഇൻറ്റു 1 -36 ഇൻറ്റു -1. ആൻസർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 വരും. അപ്പോൾ 1/6 ഇൻറ്റു നമ്മുടെ Fxr മെട്രിക്സ് വരുന്നത് 1/6 ഇൻറ്റു 48 48 192 300 2/2 മെട്രിക്സ്. ഇനി 1/6 കോമൺ ആയതുകൊണ്ട് 6 ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 8 മെട്രിക്സ് 1/ei ഇൻറ്റു മെട്രിക്സ് 8 8 32 50 എന്നുള്ള വാല്യൂ കിട്ടും. ഇത് Fxr മെട്രിക്സ് ആണ്. Fxr മെട്രിക്സ് നമ്മുടെ Fx6 മെട്രിക്സ് എന്തായിരുന്നു, ഒരു
സിമെട്രിക് മെട്രിക്സ് ആയിരുന്നു അല്ലേ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വഴി എന്ന് പഠിച്ചത്. സിമെട്രിക് ആയിരിക്കും. എന്നാൽ FXR സിമെട്രിക് ആയിരിക്കില്ല. X BX മെട്രിക്സും BR മെട്രിക്സും തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റത്തെ റോ 8 8 അത് തന്നെയാണോ ഫസ്റ്റ് കോളം വരുന്നത്? അല്ലല്ലോ, അല്ല. അപ്പോൾ അത് സിമെട്രിക് അല്ല. സെക്കൻഡ് കോളം നോക്കുക, 8 15 അതാണ് സെക്കൻഡ് റോ വരുന്നത്? അല്ല, 32 50 ആണ് വരുന്നത്. അപ്പോൾ അതൊരു സിമെട്രിക് മെട്രിക്സ് അല്ല. ഓക്കെ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള ആർ മെട്രിക്സ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. R1 R2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഇക്വലൻറ്റ് ജോയിൻ കൊടുക്കുന്ന വാല്യൂ 23.33യും R2ൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻറ്റ് ജോയിൻ 30 ആണ്. അപ്പോൾ അതൊരു കോളം മെട്രിക്സ് ആയിട്ട് ചെയ്തു R1 R2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ R മെട്രിക്സ് കിട്ടും. ഇനി നമുക്ക് എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൈനസ് FXX ഇൻവേഴ്സ് FXR ഇൻറ്റു ആർ ആണ് നമ്മൾ പഠിച്ചത്. മൈനസ് FXX ഇൻവേഴ്സ് ഇൻറ്റു FXR ഇൻറ്റു ആർ. ഓക്കെ, അപ്പം FXX ഇൻവേഴ്സും FXRും ആറും. FXXൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. FXX എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. FXRും 2/2 ആണ്. ആർ മെട്രിക്സ് ഒരു 2/1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം 2/2 മെട്രിക്സ് അല്ലെങ്കിൽ 2/1 മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാം. അതുമാത്രമല്ല ഇത് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് കോംപ്ലിക്കേഷനാണ്. നമ്മൾ കോഫാക്ടറോ അതൊക്കെ കണ്ടുപിടിക്കണം. പക്ഷേ ഒരു സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാം ഇതിന് ഡയഗണൽ എലിമെൻറ്റ്സിനെ മാറ്റി ചെയ്ത് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ മതി എന്നൊക്കെ അറിയാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്കിത് കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് കാൽക്കുലേറ്ററിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കാൽക്കുലേറ്ററിൽ എങ്ങനെയാണ് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്നുള്ള വീഡിയോ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. വാട്സപ്പിൽ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം അത് എല്ലാവരും നോക്കുക. എല്ലാവരും നോക്കാൻ അഥവാ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ നോക്കുമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉള്ളത് കാര്യം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ വാല്യൂസ് അതിൽ ഇൻപുട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ FXX ഇൻവേഴ്സും FXR ഇൻറ്റു ആറും ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ആദ്യം FXX ഇൻവേഴ്സ് നോക്കണം. അപ്പം നമ്മൾ മെട്രിക്സ് കാൽക്കുലേറ്ററിൻ്റെ അകത്ത് FXXൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്യുക. ഈ 1/e എന്നുള്ള വാല്യൂവും 1/e ഒക്കെ അവിടെ തന്നെ വെക്കുക. അതൊന്നും ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ല, അതല്ല അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് FXX ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/ei ഇൻറ്റു വരുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് 1/ei ഇൻറ്റു 21.33 69.33 69.33 33.33 ഹോൾ ഇൻവേഴ്സ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇൻറ്റു മൈനസ്. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? EI എന്ന് പറയുന്നത് 1/ei എന്ന് പറയുന്നത് ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്താണ്? EI ആയിട്ട് മാറുമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു EI ഉണ്ട്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഒരു EI വരും. പിന്നെന്താ, ഇവിടെ ഒരു FXRനകത്ത് ഒരു 1/ei ഉണ്ട്. അപ്പോൾ EI ഇൻറ്റു 1/ei എന്ന് പറയുമ്പോൾ എന്താണ്? അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ EIൻ്റെ പ്രശ്നം അവിടെ തീർന്നു. EI എന്നുള്ള ടേം ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഇനി നമുക്കിതിന് ഇൻവേഴ്സ് കണ്ടുപിടിക്കാണ് വേണ്ടത്. ആദ്യം നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഈ 3 മെട്രിക്സിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ ഇൻപുട്ട് ചെയ്യുക. FXXൻ്റെ വാല്യൂ ഇതുപോലെ ഇൻപുട്ട് ചെയ്യുക. FXRൻ്റെ വാല്യൂ ഇതുപോലെ ഇൻപുട്ട് ചെയ്യുക. ദെൻ ആർ മെട്രിക്സിൻ്റെ വാല്യൂ അതുപോലെ ഇൻപുട്ട് ചെയ്യുക. ഓക്കെ, മെട്രിക്സ് കാൽക്കുലേറ്ററിനകത്ത്. ദെൻ അതിന് ശേഷം നമുക്ക് ഇൻവേഴ്സ് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെട്രിക്സ് ഇൻറ്റു മെട്രിക്സ് ബി ഇൻറ്റു മെട്രിക്സ് സി എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 മെട്രിക്സ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 3 മെട്രിക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ABC എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മെട്രിക്സ് എ എടുക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കാൽക്കുലേറ്ററിനകത്ത് ഉണ്ട്. എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടല്ലോ കാൽക്കുലേറ്ററിൽ. എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ബട്ടൺ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് മെട്രിക്സ് എ സെലക്ട് ചെയ്യുക. ദെൻ ആ എക്സ് ഇൻവേഴ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് വരും? അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, ഇനി ആ വാല്യൂ എടുത്ത് എഴുതുന്ന ഡയറക്റ്റ് അതിൻ്റെ കൂടെ തന്നെ FXRൻ്റെയും FRൻ്റെയും വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് വാല്യൂ മാത്രം കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം FXX മെട്രിക്സ് അതായത് മെട്രിക്സ് എ സെലക്ട് ചെയ്തു. ദെൻ എന്താണ് അതിന് ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ദെൻ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു ദെൻ FXR മെട്രിക്സ് ഏതാ? മെട്രിക്സ് ബി ഇൻറ്റു ആർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് സി. അങ്ങനെ 3 മെട്രിക്സ് ഒരുമിച്ച് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് മെട്രിക്സിൻ്റെ വാല്യൂ 5.89 മൈനസ് 7.954 ആണ് വാല്യൂ കിട്ടുക. ഈ എക്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ 5.89 മൈനസ് 7.954 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ഏതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മൾ X1 X2 അല്ലേ, നമ്മൾ റിഡൻഡൻറ്റ് സെലക്ട് ചെയ്ത X1 X2 അതിൻ്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5.89 മൈനസ് 7.954 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും.
അങ്ങനെ നമുക്ക് നമ്മുടെ എക്സ് മെട്രിക്സ് കിട്ടി 5.89 അതുപോലെ തന്നെ -7.959 എന്നുള്ള മെട്രിക്സ്. അതാണ് എക്സ് മെട്രിക്സ്. ഇനി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ക്യൂ മെട്രിക്സ് ആണ്. ക്യൂ മെട്രിക്സ്, അതായത് ക്യൂ മെട്രിക്സ് ഫോം ചെയ്യുക. ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളെ മൊമെൻറ്റും നമ്മളെ ഓരോ മെമ്പറിലെ മൊമെൻറ്റിൻ്റെ മെട്രിക്സ്. ആ മൊമെൻറ്റ് മെട്രിക്സ് ഫോം ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യൂ മെട്രിക്സ് ക്യൂ ഇസ് ഈക്വൽ ടു BX ഇൻറ്റു എക്സ് പ്ലസ് BRR ഇൻറ്റു ആർ. അപ്പോൾ BX മെട്രിക്സും എക്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ BR മെട്രിക്സും ആറും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ BX മെട്രിക്സിൻ്റെ വാല്യൂ എഴുതുക, ദെൻ എക്സ് മെട്രിക്സിൻ്റെ വാല്യൂ എഴുതുക, അത് എന്നിട്ട് അതിനുശേഷം BR മെട്രിക്സും അതുപോലെ തന്നെ ആർ മെട്രിക്സും. അപ്പോൾ ഫസ്റ്റ് BX ഇൻറ്റു എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ആ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു 4/2 2/1 ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് 4/1 മെട്രിക്സ് ആയിരിക്കും. 4 റോയും ഒരു കോളമുള്ള മെട്രിക്സ്. അപ്പോൾ ഫസ്റ്റത്തെ എലിമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റത്തെ റോനെ ഇതിനെ കൊണ്ട് ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 × 5.89 പ്ലസ് 10 × -7.954. അപ്പോൾ വാല്യൂ വരുന്നത് -56.03 ആയിരിക്കും. അടുത്തത് 0 × 5.890 പ്ലസ് -6 × -7.959. അപ്പോൾ വാല്യൂ 47.754 വരും. അടുത്തത് അതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പ്ലസ് 47.754 ആണ്, രണ്ടാമത്തത് -47.754 ആണ് വരിക, ലാസ്റ്റത്തെ എലിമെൻറ്റ് 0 വരും. ഓക്കെ, ഇനി അതുപോലെ മറ്റേത് BR ഇൻറ്റു ആറ്, ഇത് രണ്ടും 1 × 23.33 പ്ലസ് 1 × 3 53.33 വരും. നെക്സ്റ്റ് -1 × 23.33 -1 × 30 -53.33. അടുത്തത് 0 × 23.33 0, 1 × 30 30, 0 × 23.33 0, -1 × 30 -30 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് മെട്രിക്സ്. ഇനി ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വാല്യൂ കിട്ടുന്നത് -2.7 -5.576 -17.754 -30. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ മെട്രിക്സ് ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7th സ്റ്റെപ്പ് കഴിഞ്ഞു, മെട്രിക്സ് ക്യൂ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് നമ്മുടെ എം മെട്രിക്സ് കണ്ടുപിടിക്കുക. എം മെട്രിക്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് മൊമെൻറ്റ്. ഓരോ ബീമിൻ്റെ നമ്മൾ രണ്ട് മെമ്പറിലുള്ള ആ രണ്ട് മെമ്പറിലെയും ബീമിൻ്റെ എലിമെൻറ്റ്, അതായത് അതിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ, ആ മെട്രിക്സ് ആണ് എം മെട്രിക്സ്, സപ്പോർട്ട് മൊമെൻറ്റിൻ്റെ മെട്രിക്സ്. അപ്പോൾ എം മെട്രിക്സ് ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് മെട്രിക്സ് ക്യൂ പ്ലസ് മെട്രിക്സ് FEM ആണ്. അപ്പോൾ മെട്രിക്സ് ക്യൂ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ മെട്രിക്സ് -2.7 -5.76 -17.75 -30 ആണ്. പ്ലസ് അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇക്വാലൻറ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ മെമ്പറിൻ്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് എന്താണ് വരുന്നത്? ഇതാണ് വാല്യൂസ്. ഫസ്റ്റത്തെ നോക്കുക, രണ്ട് ബീമാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബീമിലെ ഇവിടെയുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ 53.33. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, സോ എന്ത് വരും? -53.33. ദെൻ അടുത്തത് ഇവിടുത്തത് 53.33 എന്താണ് വരുന്നത്? +53.33 വരും. അപ്പോൾ എന്ത് വരും? അപ്പോൾ ഇതെന്ത് വരുന്നത്? പ്ലസ് 53.33. ദെൻ അടുത്തതോ, അതായത് ഇവിടെ എഴുതാം -53.33 ദെൻ +53.33 ആൻറ്റി ക്ലോക്ക് വൈസ് ദെൻ ആൻറ്റി ക്ലോക്ക് വൈസിലൊരു 30 ഉണ്ട്, അപ്പോൾ -30 ദെൻ ഇവിടെ ഒരു +30. ഇതാണ് അതിൻ്റെ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഇതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ അതാണ് മെട്രിക്സ്. -53.33 -30 +30. അപ്പോൾ ഇനി നമ്മളിത് രണ്ടും ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ -2.7 -53.33. അപ്പോൾ എന്താ വരിക? -56.03 വരും. ദെൻ -5.576 പ്ലസ് 53.33 ചെയ്ത് കഴിഞ്ഞാൽ 47.754 വരും. ഓക്കെ, ദെൻ അടുത്തത് -17.754 -30. അപ്പോൾ -47.754 ദെൻ -30 +30 0. ഓക്കെ, ഇതാണ് നമ്മളെ ലോഡ് മെട്രിക്സ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ കാണിക്കാം, ബീം വരച്ചിട്ട്
-56.303 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റ്, അതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ. +47.754 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിൽ, സോ ക്ലോക്ക് വൈസിൽ വാല്യൂ. -47.75 എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്, സോ മൈനസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരക്കാം. 0 0 തന്നെ. ഇനി ചെക്ക് ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യനകത്ത് ഇതൊരു ഫിക്സ്ഡ് എൻഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നില്ല, ഫിക്സ്ഡ് എൻഡ് ആയിരുന്നല്ലോ ഇത്. അതുപോലെ ഇത് ABC എന്ന് പറഞ്ഞൊരു റോളറായിരുന്നു, ഹിഞ്ചും ആയിരുന്നു. അപ്പോൾ സിംപ്ലി ഹിഞ്ച് സപ്പോർട്ടിൽ ഹിഞ്ചിൽ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ഹിഞ്ചിലെ മൊമെൻറ്റ് എന്താണ് 0. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 0 ആണ്, അത് ഓക്കെ. അപ്പോൾ അത് 0 തന്നെ, ഓക്കെ. ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൽ വാല്യൂ മൊമെൻറ്റ് ഉണ്ട്. പിന്നെ ഇത് നോക്കുക, അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ റിസൾട്ടൻ്റ് 0 ആയിരിക്കണം. അതായത് ഒരു ബീമിൻ്റെ, അതായത് ഇതിൻ്റെ സെൻട്രലിലെ മൊമെൻറ്റ്, സെൻട്രൽ ഈ ഇവിടെയുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സെൻട്രൽ സപ്പോർട്ടിലെ മൊമെൻറ്റിൻ്റെ വാല്യൂ റിസൾട്ടൻ്റ് വാല്യൂ 0 കൂട്ടണം. അപ്പോൾ ഇവിടെ -47.754 പ്ലസും -47.754 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂ കറക്റ്റാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയാണ് സ്റ്റെപ്പ്. ഇനി അടുത്തത് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് 9 എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കാൻ വേണ്ടി നിങ്ങൾ SA2 പഠിച്ചിട്ടുണ്ടാവും. ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഫിഗർ വരക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ വരക്കുക. ദെൻ അതിൻ്റെ നമുക്ക് ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഉണ്ടാവും. ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറയുമ്പോൾ ഇതിൽ എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുണ്ടാകുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. ആ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം പ്ലസ് അതിൻ്റെ ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ കമ്പൈൻഡ് അല്ലെങ്കിൽ ടോട്ടൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമുക്ക് കിട്ടുക, എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാനുള്ള വഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ, ഇതിൽ എക്സ്റ്റേണൽ ലോഡ് നോക്കുക. ഫസ്റ്റ് സ്പാനിൽ ഫസ്റ്റ് ബീമിൽ 40 kN/m, രണ്ടാമത്തത് 40 kN എന്ന് പറയുന്ന ഒരു ലോഡ് പോയിന്റ് ലോഡാണ്, സെൻട്രലുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തത് ഒരു UDL ആയതുകൊണ്ട് അതിൻ്റെ കേസിൽ അതിന് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് ഒരു പരാബോള ആയിരിക്കും. സോ ഫസ്റ്റ് സ്പാനിൽ ഒരു പരാബോള വരക്കുക. സെക്കൻഡിൽ ഒരു പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്, സെൻട്രലാണ്. അപ്പോൾ ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഷേപ്പ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പ് വരക്കുക, സെൻട്രലായിരിക്കും മാക്സിമം ഉണ്ടാവുക. പോയിന്റ് ലോഡ് സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ വാല്യൂ നോക്കണം. വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കേസിൽ വാല്യൂ WL²/8 ആണ്. WL²/8 ആണ് പരാബോളേൻ്റെ കേസിൽ. നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒരു പരാബോളയാണ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ കേസിൽ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് പഠിച്ചത് WL²/8 ആണ്. ഓക്കെ, ഇനിയൊരു ട്രയാങ്കുലർ പോയിന്റ് ലോഡ് ആണെങ്കിൽ വാല്യൂ WL/4 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ആദ്യത്തത് WL²/8, അതിൻ്റെ വാല്യൂ 40 × 4² 8 ചെയ്താൽ 80 കിട്ടും. നെക്സ്റ്റ് WL/4 40 × 6/4 ചെയ്താൽ 60 കിട്ടും. അപ്പോൾ നമുക്കതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടി. ഇനി ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എങ്ങനെ വരക്കാം? നമ്മളിവിടെ നേരത്തെ വരച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ നമുക്ക് കിട്ടിയ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ ബീമിൻ്റെ അകത്ത്. ഇതിൽ 0 ആണ്, ഇത് 47.754, ഇവിടെയും 47.754, ഫസ്റ്റത് 56.03 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ മൊമെൻറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അതിൻ്റെ ഫിക്സഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കേണ്ടത്. ഫിക്സഡ് ബീമിൻ്റെ ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ നമ്മൾ ഇനി ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ സാഗിങ് ആണെങ്കിൽ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, പോസിറ്റീവ് മൊമെൻ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരെ തിരിച്ചിട്ട് ഇങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് മൊമെൻ്റ് എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റത്തെ ബീം നോക്കുക, എന്താണ് വരുന്നത്, ഇങ്ങനെ നമ്മൾ സൈൻ കൺവെൻഷൻ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസും റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസും ആണെങ്കിൽ നെഗറ്റീവാണ്. സോ നമുക്ക് ഇവിടെയുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസും റൈറ്റ് സൈഡിൽ നെഗറ്റീവാണ്, സോ നെഗറ്റീവ് വരും. വാല്യൂ 56.03 അത് വരക്കുക ആദ്യം. 56.0.3 ഒരു ലൈൻ വരക്കുക. ദെൻ ഇവിടുത്തെ വാല്യൂ 47.0754 അത് വരക്കുക. ദെൻ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, സോ 0. ദെൻ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. നെഗറ്റീവാണ് വേണ്ടത്, നെഗറ്റീവാണ് ഡയറക്ഷൻ, നെഗറ്റീവ് സൈനാണ് വരിക. അപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ഇങ്ങനെ വരും. ഞാൻ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത മീൻസ് രണ്ടിനും സെയിം ഡയറക്ഷൻ, സെയിം ഒരേ സൈഡിൽ തന്നെ കാണിക്കാം. എന്നിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോർഷൻസ് ഹാച്ച് ചെയ്യാം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഫൈനൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടുക. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് പറഞ്ഞു പോയത്. ഒന്ന് എടുത്ത് നോക്കുക, SA2ൻ്റെ നോട്ടൊന്ന് മറിച്ച് നോക്കുക. ഇങ്ങനെ തന്നെയല്ലേ പഠിച്ചിരിക്കുന്നത്? എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി ഇതാണ്. ഇങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പഠിച്ച് നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടി. ഇനി നമുക്കതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കണം.
ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കണമെങ്കിൽ ഇതിന് ബെൻഡിങ് മൊമെൻ്റ് കേസ് പോലെ തന്നെ എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുള്ള ഷിയർ ഫോഴ്സും റിയാക്ഷൻസും കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ മൊമെൻ്റ് ഉണ്ടല്ലോ, ഓരോ മെമ്പറിലെ മൊമെൻ്റ് ഉണ്ടല്ലോ, അതിനെ കൊണ്ടുള്ള ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക. എന്നിട്ട് അത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഷിയർ ഫോഴ്സ് റിസൾട്ടൻ്റ് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ദെൻ അത് വെച്ചിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് ഇതാണ് 40 kN, ഇവിടെ 40 ആണ്. അപ്പോൾ RA നമുക്ക് റിയാക്ഷൻ വരുന്നത് എന്താണ്, ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, W ആണ് UDL ആക്ട് ചെയ്യുന്നത്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു W ആക്ട് ചെയ്യുന്നുണ്ട്. W എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ WL/2ഉം ഇവിടെയുള്ള റിയാക്ഷൻ WL/2 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ച WL/2. ഓക്കെ, W എന്ന് പറയുന്നത് 40, അപ്പോൾ 40 × 4/2 80 വരും വാല്യൂ. ദെൻ ഇവിടെ 40 × 4/2 80 വരും വാല്യൂ റിയാക്ഷൻ. അങ്ങനെ ഫസ്റ്റത്തെ കേസിൽ 80 എന്നിട്ട് റിയാക്ഷൻ. ഇനി സെക്കൻഡ് കേസ് നോക്കുക. 40 kN ആണ്, അപ്പോൾ അതിൻ്റെ വാല്യൂ W/2 ആണ് വരിക. ഇവിടെയും W/2 ആണ് വരിക, അതിൻ്റെ ഹാഫ് സെൻട്രലായതുകൊണ്ട്. അപ്പോൾ W 40/2 20 വരും. അങ്ങനെ 20 വരും, ഇവിടെയും 20 വന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേതായി. ഇനി നമ്മൾ മൊമെൻറ്റ്, നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെൻറ്റ്, അതിനെ കൊണ്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മൊമെൻറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. രണ്ട് ബീമിലും നമ്മൾ M മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ആ മാർക്ക് ചെയ്യുക. ദെൻ ഇവിടെയുള്ള റിയാക്ഷൻ RA, ഇത് RB ആണ്. അപ്പോൾ RB1ഉം RB2 കൊടുത്തു. ദെൻ ഇത് RC. റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് മൊമെൻറ്റ് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ ആ ലെങ്ത് അങ്ങനെ ചെയ്യാം. അതുതന്നെയാണ് സംഭവം. അല്ലെങ്കിൽ നമുക്ക് മൊമെൻറ്റ് അബൌട്ട് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് എന്താണ്, അപ്പോൾ RA + RB1 = 0. ദെൻ മൊമെൻറ്റ് അബൌട്ട് B സിഗ്മ MB = 0. അപ്പോൾ എന്താ വരിക, RA × 4 അല്ലേ, RA × 4 അതേതാ ഡയറക്ഷൻ, RA × 4 ഇങ്ങനെ ക്ലോക്ക് വൈസ്. സോ പ്ലസ് RA × 4. ദെൻ എന്താ ഇവിടെയുള്ള മൊമെൻറ്റ് എന്ന് പറയുന്നത് RA × 4 ക്ലോക്ക് വൈസ്. ഈ 56.06 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ -56.06 പ്ലസ് എന്താണ് വരുന്നത്, ഇവിടെ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഉണ്ട് 47.754. അപ്പോൾ പ്ലസ് 47.754 വരും. സോ നമുക്ക് RAൻ്റെ വാല്യൂ = 0. RAൻ്റെ വാല്യൂ കിട്ടുന്നത് 2.069. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് രണ്ട് മൊമെൻറ്റ് ആഡ് ചെയ്യുക റിയാക്ഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ. ഷിയർ ഫോഴ്സ് ആണെങ്കിൽ SF = 56.03 പ്ലസ് 47.754 ഡിവൈഡഡ് ബൈ എന്താ വരിക 4. ഓക്കെ, അതേ മെത്തേഡ് തന്നെ. എന്നിട്ട് ഡയറക്ഷൻ നോക്കിയിട്ട് ടോട്ടൽ ഷിയർ ഫോഴ്സ് RAയും RBൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ RAൻ്റെ വാല്യൂ 2.069 കിട്ടും. അപ്പോൾ RB എന്തായിരിക്കും, -2.069 ആയിരിക്കും. അപ്പോൾ RA എന്ന് പറയുന്നത് 2.069, RB -2.069. ഓക്കെ, അതുപോലെ സെക്കൻഡ് കേസും. സെക്കൻഡ് കേസ് ചെയ്യുമ്പോൾ എന്താ, RB2 + RC = 0. അപ്പോൾ എന്ത് വരും, RB2 × 6 -47.754 വരും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. RB2 + RC = 0, സിഗ്മ MC = 0, RB2 × 6 -47.754. സോ RB2 = 7.954 എന്നുള്ള വാല്യൂ കിട്ടും. RBൻ്റെ വാല്യൂ 7.959 ആണെങ്കിൽ RC എന്തായിരിക്കും, -7.959 ആയിരിക്കും വരിക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. RA 7.959, RC മൈനസ് ആയതുകൊണ്ട് ഡൗൺവേർഡ് 7.959 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ എന്ത് കിട്ടിയിട്ടുണ്ട്, എക്സ്റ്റേണൽ ലോഡിനെ കൊണ്ടുള്ള റിയാക്ഷൻ്റെ വാല്യൂ 80 80 20 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ മൊമെൻറ്റിനെ കൊണ്ടുള്ളതും കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുക, രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നത് എന്താ, ഇവിടെ അപ്വേർഡ് 2.069ഉം ഇവിടെ അപ്വേർഡ് 80. അപ്പോൾ റിസൾട്ടൻ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ വരിക, ഇത് അപ്വേർഡ് 80ഉം അപ്വേർഡ് 2.069 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 82.069 വരും. ഇവിടെ അപ്വേർഡ് 80ഉം ഡൗൺവേർഡ് 2.069. അപ്പോൾ 80 മൈനസ് ആണ് വരുന്നത് അതിൻ്റെ കേസിൽ, 80 - 2.069 വരും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 20 + 7.954. എന്തുകൊണ്ടാണ്, രണ്ടും സെയിം ഡയറക്ഷനിൽ അപ്വേർഡ് ആണ്. ഇവിടെ അപ്വേർഡ് 20 ആണ്, അപ്പോൾ 20. ഇവിടെ ഡൗൺവേർഡ് ആണ് 7, അപ്പോൾ -7.959 വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. 82.069ഉം
77.931 27.954 12.041 അതാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ആ റിയാക്ഷൻ വെച്ച് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുമ്പോൾ സൈൻ കൺവെൻഷൻ നോക്കുക. ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് അല്ലേ, അതിന് നേരെ തിരിച്ചാണെങ്കിൽ എന്താ നെഗറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇതിൻ്റെ കേസിൽ ഫസ്റ്റത്തെ ബീമിൻ്റെ കേസിൽ അപ്വേർഡാണ്, ലെഫ്റ്റിൽ അപ്വേർഡാണ്, സോ പോസിറ്റീവ് വരും. സോ മുകളിലേക്ക് 82.069 എന്നൊരു ലൈൻ വരക്കുക. ദെൻ റൈറ്റ് സൈഡിൽ അപ്വേർഡാണ്, ഡൗൺവേർഡാണ്. അപ്വേർഡ് ആകുമ്പോൾ റൈറ്റ് സൈഡിൽ അപ്വേർഡ് ആകുമ്പോൾ എന്താ നെഗറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് താഴോട്ടേക്ക് വരക്കുക 77.93. ദെൻ ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് UDL ആണ്, അതുകൊണ്ട് ട്രയാങ്കിൾ ആയിരിക്കും ഷിയർ ഫോഴ്സ് വരുന്നത്. സോ ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക. അങ്ങനെ അവിടെ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, അങ്ങനെ ട്രയാങ്കിൾ കിട്ടും അതിൻ്റെ കേസിൽ. ഇനി അടുത്തത് സെക്കൻഡ് കേസിൽ സെക്കൻഡ് ബീം നോക്കാം. സെക്കൻഡ് ബീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് ട്രയാങ്കിൾ കിട്ടി. സെക്കൻഡിൻ്റെ കേസിൽ അങ്ങനെ ഇവിടെ ട്രയാങ്കിൾ കിട്ടി. സെക്കൻഡ് കേസിൽ അപ്വേർഡാണ്, സോ പോസിറ്റീവ് 27.954 എന്നുള്ള വാല്യൂ അവിടെ മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. ദെൻ അപ്വേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് 12.094. പിന്നെ ലോഡ് പോയിന്റ് ലോഡാണ് ആ ബീമിൽ ആക്ട് ചെയ്യുന്നത്. സോ റെക്റ്റാങ്കിളാണ് വരുന്നത്. റെക്റ്റാങ്കിളിൽ 0 ആവുന്നതിൽ സൈൻ ചേഞ്ച് ചെയ്ത് സെൻറ്ററിലാണ് പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് സൈൻ ചേഞ്ച്, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ ഇങ്ങനെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരും, ഷിയർ ഫോഴ്സ് ഡയഗ്രം. പിന്നെ ഇതാണ് അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരക്കാൻ, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരക്കാനും പഠിച്ചു, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ബീമിനെ അനലൈസ് ചെയ്യുക എന്നുള്ള ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പ്രോബ്ലം ചെയ്ത് സ്പീഡായാലും മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ, പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.